ഈ വാർത്താപ്പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പൊങ്കാല നിറവിൽ അനന്തപുരി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. തലസ്ഥാന നഗരത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാല. ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. രാവിലെ 10:15 പണ്ടാര അടുപ്പിലേക്ക് പകർന്ന തീ ലക്ഷക്കണക്കിന് അടുപ്പുകളെ ജ്വലിപ്പിച്ചു. പൊങ്കാലയുടെ പുണ്യം തേടി സർവ്വതും ആറ്റുകാലമ്മയ്ക്ക് സമർപ്പിച്ച പകൽ നേരം. രാവിലെ 10:15 പണ്ടാര അടുപ്പിലേക്ക് പകർന്ന തീ നഗരവീഥികളിൽ നിരന്ന അടുപ്പുകളെ ജ്വലിപ്പിച്ചു. തീർത്ഥം തളിക്കാൻ 300-ലേറെ ശാന്തിക്കാർ. ആറ്റുകാൽ ദേവിയുടെ ശരണമന്ത്രങ്ങൾ അനന്തപുരിയെ യാഗശാലയാക്കി. പൊങ്കാലക്കലങ്ങളിൽ അനുഗ്രഹം നിറഞ്ഞു തൂവി. ശർക്കര പായസമാണ് പ്രധാന നിവേദ്യം. 10ഓളം വിഭവങ്ങൾ തയ്യാറാക്കി ഭക്തർ ദേവിക്ക് നിവേദിച്ചു. ഇന്ന് രാത്രിയാണ് മണക്കാട് ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്ത്. നാളെ രാവിലെ 5-ന് ശാസ്താക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം തിരിച്ചെഴുന്നള്ളത്ത്. രാത്രി നടക്കുന്ന കുരുതി തർപ്പണത്തോടെ ഇക്കൊല്ലത്തെ പൊങ്കാല ഉത്സവത്തിന് സമാപനമാകും. ടീം 24 തിരുവനന്തപുരം. അല്പസമയത്തിനകം പൊങ്കാല നിവേദ്യത്തിനുള്ള സമയമാവുകയാണ്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ക്ഷേത്ര പരിസരത്ത് നിന്ന് ആദ്യം ചേരുന്നത് സ്മിത ഹരിദാസ് ആണ്. സ്മിത, അല്പസമയത്തിനകം നിവേദ്യത്തിന്റെ സമയമാകുന്നു. ഇനി എല്ലാവരും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിന്റെ ചടങ്ങുകൾ ക്ഷേത്ര ശ്രീകോവിലിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ, അല്ലേ? അതെ വിജയകുമാർ, ഇപ്പോൾ ശ്രീകോവിലിൽ ആ ചടങ്ങുകൾ, നിവേദ്യം, ആ ചടങ്ങ് അവിടെ നടക്കുകയാണ്. അതിനുശേഷം സഹമേൽശാന്തി അവിടെ നിന്ന് തീർത്ഥവുമായി എത്തും. അതിന് ഇവിടെ ഈ നമ്മുടെ പണ്ടാര അടുപ്പിന് ചുറ്റുമായി എല്ലാവരും വീണ്ടും വന്ന് നിന്ന് കഴിഞ്ഞു. ആ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാരവാഹികളുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഭക്തർ, അധികം പേർക്ക് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, വലിയ തിരക്ക്, അത് പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. പക്ഷേ അവിടെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിരിക്കുന്നു. പിന്നെ ഈ തോറ്റമ്പാട്ടിലെ കുട്ടികൾ ഇങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് അവർ കുളിച്ച് ഈർന്നണിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് ദർശനം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നിവേദ്യം, അത് തീർത്ഥവുമായി ഇങ്ങോട്ട് വരുന്നു. പിന്നെ പണ്ടാര അടുപ്പിലെ പൊങ്കാലയിൽ ആദ്യം നിവേദ്യം, തീർത്ഥം തളിച്ചു കഴിഞ്ഞാൽ ആ നിവേദ്യ സമർപ്പണം പൂർത്തിയായി എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതേ സമയം തന്നെ 300ഓളം പേരുണ്ട്. അവരെല്ലാവരും പലയിടങ്ങളിലേക്കായി പോയി എല്ലാ ഭക്തരുടെയും പൊങ്കാലക്കാലങ്ങളിൽ തീർത്ഥം തളിക്കുന്നു. ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടിയും ഉണ്ടാകും. അതോടെ ഈ തവണത്തെ, ഈ വർഷത്തെ പൊങ്കാല നിവേദ്യ സമർപ്പണം പൂർത്തിയാകുന്നു എന്നുള്ളതാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു ദൃശ്യങ്ങൾ, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് നാമജപങ്ങളോടെയാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ, നിവേദ്യ സമർപ്പണവും എല്ലാം തന്നെ ഭക്തർ കാണുന്നത്. വലിയ ചൂടുണ്ട്. ഉച്ചയായി ഇതാ നമുക്കിപ്പോൾ ശബ്ദം കേൾക്കാം. ആകാശത്ത് ഇങ്ങനെ ഹെലികോപ്റ്റർ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചത്തിൽ
ലക്ഷ്യസ്ഥായിയിലേക്ക് എത്തുന്നു. അതെന്തിന്റെ ലക്ഷണമാണെന്ന് വിജയകുമാർ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ നിവേദ്യ സമർപ്പണത്തിനുള്ളത് അവിടെ ശ്രീകോവിലിനകത്തു നിന്ന് ഉടൻ തന്നെ സഹമേൽശാന്തി ഇങ്ങോട്ടേക്ക് എത്തും. അതോടെ ഈ നിവേദ്യ സമർപ്പണം പൂർത്തിയാകുന്നതിൻ്റെ ആ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കും. വലിയ തിരക്കാണ് ഇത്തവണയും. വലിയ ചൂടുണ്ടെങ്കിൽ പോലും നല്ല ചൂടുണ്ട്, കൊടും ചൂടാണ്. കൊടും ചൂടെന്നൊന്നും പറഞ്ഞാൽ ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം നമുക്ക് മനസ്സിലാകുമെന്നറിയില്ല, അത്രയും ചൂടാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഭക്തരെല്ലാവരും തന്നെ ഈ ഒരു ചടങ്ങ് കൂടി പൂർത്തിയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എത്രയോ ദിവസങ്ങളായി കാത്തിരിക്കുന്നതാണ്. ആ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്നത്തെ ഈ ആത്മാർപ്പണത്തിൻ്റെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ആ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് അവരെത്തുന്നത്. വിജയകുമാർ. യെസ്, സ്മിത നൽകുകയായിരുന്നു വിവരങ്ങൾ. സ്മിത പറഞ്ഞതുപോലെ കൊടും ചൂടാണ്. കുംഭമാസത്തിൻ്റെ അവസാന പാദമാണ്. അപ്പോൾ ചൂട് കുറെ കൂടി കനക്കും. പക്ഷേ ഏതാണ്ട് 30-35 ഡിഗ്രിക്കൊക്കെ അടുത്ത് ചൂടുണ്ട്. തിരുവനന്തപുരത്തെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 30-35 ഇടയിലാണ്. പക്ഷേ അതൊരു 38-40 ഒക്കെ ഫീൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ തന്നെ അവരുടെ വിവരങ്ങളിൽ കിടക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ കൊടും ചൂടാണ്. അതിനെയൊക്കെ വകവെച്ച് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ തിരുവനന്തപുരത്ത് കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ സ്മിത പറഞ്ഞതുപോലെ അത് നിവേദ്യത്തിൻ്റെ സമയമാണ്. അതിനുള്ള മേളമൊക്കെ ക്ഷേത്ര പരിസരത്ത് ശ്രീകോവിലിന് മുന്നിലൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അനുജ രാജേഷ് കൂടി ചേരുന്നുണ്ട്. അനുജയും ക്ഷേത്ര പരിസരത്ത് തന്നെയാണുള്ളത്. അനുജ, നേരത്തെ അനുജ നിൽക്കുന്ന സ്ഥലത്തൊക്കെ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രത്തിലേക്ക് അവിടെ ദർശനത്തിനായൊക്കെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇനിയിപ്പോൾ ദർശനമൊക്കെ കിട്ടി മടങ്ങാൻ കുറേ സമയമെടുക്കും. ഇനിയുള്ള ക്ഷേത്രത്തിലെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഈ മുഴുവൻ അടുപ്പുകളിലേക്കും മുഴുവൻ വിശ്വാസികളുടെയും പൊങ്കാല കലങ്ങളിലേക്ക് ആ തീർത്ഥമെത്താൻ ഇനിയും ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ള അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അനുജ? വിജയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പേർ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ദർശനം നിർത്തിവെച്ചിരിക്കുന്നു ഭക്തജനങ്ങൾക്ക്. കാരണം കുത്തിയോട്ട ബാലന്മാർ ദേവിയെ കണ്ട് വണങ്ങി അനുഗ്രഹം വാങ്ങുകയാണ്. 592 കുത്തിയോട്ട ബാലന്മാരാണ് ചൂഴൽകുത്ത് നടത്തുന്നത്. ഇന്ന് രാത്രിയാണത്. അപ്പോൾ അവർ കഠിന വ്രതമൊക്കെ എടുത്താണ്. കൊച്ചു കുട്ടികളാണ്. കുത്തിയോട്ട ബാലന്മാർ അവർ അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത ദർശനത്തിനുള്ള സമയം. അതിനിടയിലാണ് നിവേദ്യം നടക്കാൻ പോകുന്നത്. നൈവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കാൻ പോകുന്നത്. അതിന് ഇവിടെ ഒരു പൊങ്കാല കലം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിലേക്ക് തീർത്ഥം തളിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങ്. ഇത് ബാക്കി എല്ലായിടങ്ങളിലും പൊങ്കാല ദേവിക്ക് സമർപ്പിച്ച എല്ലാ ഇടങ്ങളിലേക്കും പൂജാരിമാരെത്തി തീർത്ഥം തളിക്കും. തീർത്ഥം തളിക്കുന്നതോടെ അതിൻ്റെ വിശ്വാസം ദേവി അത് സ്വീകരിച്ചു, ആ പൊങ്കാല നിവേദ്യം സ്വീകരിച്ചു എന്നതാണ്. കൃത്യം 1:15 ചടങ്ങ് നടക്കാൻ പോകുന്നത്. പൊങ്കാലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ്. ദേവി അത് സ്വീകരിക്കുമ്പോൾ തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ദേവിക്ക് മുന്നിൽ വെച്ച് ദേവി അത് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു പുതിയൊരു ഊർജത്തോടെ ഭക്തർ മടങ്ങിപ്പോകുന്നു. എങ്ങനെയാണ് അതിൻ്റെ വിശ്വാസം? ഇപ്പോൾ മേയർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ അല്പസമയത്തിനകം തന്നെ നൈവേദ്യം സമർപ്പിക്കൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കും. ഇനിയിപ്പോൾ ഇന്ന് അതിനുശേഷം നടക്കാൻ പോകുന്നു ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല എന്നുള്ളതിന് സമാപനമാകും. പിന്നീട് എല്ലാവരും നാട്ടിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ള തിരക്കിലേക്കാകും. പ്രത്യേക ട്രെയിൻ, ബസ് സർവീസുകളെല്ലാം ഉണ്ട്. കൂടാതെ ഈ നഗരം മുഴുവൻ വൃത്തിയാക്കുന്ന പരിപാടികളിലേക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ നഗരസഭാ അധികൃതർ, ശുചീകരണ തൊഴിലാളികൾ, കൂടാതെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരെല്ലാം ആ പ്രവൃത്തിയിലേക്ക് കടക്കും. വളരെ വേഗം തന്നെ നഗരം വൃത്തിയാക്കുന്ന പരിപാടിയിലേക്ക് അവർ കടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഭക്തർ ഇനി കാത്തിരിക്കുന്നത് തങ്ങൾ തയ്യാറാക്കിയ വളരെ പ്രിയപ്പെട്ട ദേവിക്ക് പ്രിയപ്പെട്ട വിഭവങ്ങൾ അത് ദേവി സ്വീകരിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിലേക്ക് പോകുന്നു. കൂടാതെ ഇനി അമ്പലത്തിലെ മറ്റ് ചടങ്ങുകൾ നോക്കിയാൽ ഇന്ന് രാത്രി കുത്തിയോട്ടം ഉണ്ട്. ചൂരൽകുത്ത് നടക്കും. അത് രാത്രിയാണ്. ആ ബാലന്മാരാണ് ഇപ്പോൾ ദേവിയെ തൊഴുത് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലുള്ളത്. ദേവിയുടെ എഴുന്നള്ളത്ത് ഇന്ന് മണക്കാട് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് രാത്രിയുണ്ട്. നാളെ രാവിലെ തിരിച്ചെഴുന്നള്ളത്ത്. അതിനുശേഷം രാത്രിയാകുമ്പോഴേക്കും കാപ്പഴിച്ചു വെക്കുക. കാപ്പ് കെട്ടിയാണ് ഈ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. കാർത്തിക നാളിൽ നാളെ ഉത്സവത്തിൻ്റെ അവസാന ദിനമാണ്. കാപ്പഴിച്ചു വയ്ക്കും. രാത്രി 1 മണിക്ക് ഗുരുതി. അതോടെ പൊങ്കാല ഉത്സവ ചടങ്ങുകൾ അത് അവസാനിക്കും. അങ്ങനെയാണ് ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് സമാപനമാവും. ഇതാ ഇപ്പോൾ കാണാൻ കഴിയുന്നത് തീർത്ഥം തളിക്കുന്ന ആ ദൃശ്യങ്ങളാണ്. അതാണ് നൈവേദ്യം എന്ന് പറയുന്ന നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണിത്. ഇതോടെയാണ് ദേവി തങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്ന ആ വിഭവം അത് ദേവി സ്വീകരിച്ചു എന്നതിൻ്റെ കൂടി ഒരു ചടങ്ങായാണ് ഇതിനെ കാണുന്നത്. പൂജാരിമാർ
പൊങ്കാല നിവേദ്യം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം. ഈ പ്രധാന അടുപ്പിൽ പണ്ടാര അടുപ്പിൽ ആ വിഭവം ഇപ്പോൾ അത് ദേവിക്ക് സമർപ്പിക്കുക. അവിടെ അത് തീർത്ഥം തളിക്കുക. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന പുണ്യാഹം അതിൽ അർപ്പിക്കുക, പൂക്കൾ അർപ്പിക്കുക, അത് നിവേദിക്കുക എന്നതാണ് ആ ചടങ്ങ്. ആ ചടങ്ങിലേക്കാണ് കടക്കുന്നത്. അത് കഴിഞ്ഞാൽ ക്ഷേത്ര പരിസരത്തും ചുറ്റുപാടുമുള്ള ലക്ഷക്കണക്കിന് അടുപ്പുകളിലേക്ക് ഈ തീർത്ഥം എത്തിക്കുകയും അത് തളിക്കുകയും ചെയ്യും. അത് നിവേദിച്ചു, അത് ഭഗവതി സ്വീകരിച്ചു എന്ന സങ്കല്പത്തിലാണ് പിന്നെ വിശ്വാസികളൊക്കെ അവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുന്നത്. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഴുവൻ ജില്ലകളിൽ നിന്നും കേരളത്തിനകത്തും പുറത്തും നിന്നൊക്കെയുള്ള തീർത്ഥാടകരാണ് അവിടേക്ക്, ഭക്തരാണ് അവിടേക്ക് എത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ കാണും ചുറ്റുപാട് മുഴുവൻ പൊങ്കാല അടുപ്പുകളിലേക്കും ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥമെത്തും. അത് മുഴുവൻ നിവേദിച്ചു എന്ന സങ്കല്പത്തിൽ തന്നെയാണ് ആ ജോലികൾ. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നഗരത്തിലെ മുഴുവൻ പൊങ്കാല അടുപ്പുകളിലേക്കും ദേവിയുടെ അനുഗ്രഹം എത്തുകയാണ്. അത് തളിക്കുകയാണ്, അത് നിവേദിക്കുകയാണ്. അത് പിന്നീട് അവർ വീടുകളിലേക്ക്, നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രസാദമാണ്. ആ പ്രസാദമാണ് പിന്നീട് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആ ക്ഷേത്ര ശ്രീകോവിലിലെ പൂജിച്ച ആ പുണ്യാഹ തീർത്ഥം ആ അടുപ്പുകളിൽ എത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ, അത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇനിയിപ്പോൾ ഈ ഭക്തലക്ഷങ്ങൾ അവിടെ ആകെ കാത്തു നിൽക്കുന്നത്. അതിനുവേണ്ടി നിയോഗിച്ച പുരോഹിതർ എല്ലാ സ്ഥലത്തേക്കും ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ എത്തും. 1:14 കൃത്യസമയത്ത് തന്നെ ആ കൃത്യമുഹൂർത്തത്തിൽ തന്നെ ആ ചടങ്ങ് പുരോഗമിക്കുകയാണ്. നിവേദ്യം സമർപ്പിച്ചു. അത് ബാക്കി പൊങ്കാല അടുപ്പുകളിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ക്ഷേത്ര പരിസരത്ത് സ്മിത ഹരിദാസ് തുടരുന്നുണ്ട്. സ്മിത, അപ്പോൾ ആ ചടങ്ങ് ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവന്ന തീർത്ഥം അത് തളിച്ചു, അത് ദേവിക്ക് സമർപ്പിച്ചു, അത് പ്രസാദമായി. ഇനിയിപ്പോൾ അങ്ങനെ മുഴുവൻ തീർത്ഥാടകരും അല്ലെങ്കിൽ മുഴുവൻ വിശ്വാസികളും അത് പ്രസാദമായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയാണല്ലോ അല്ലേ? ആ ക്ഷേത്ര പരിസരവും ചുറ്റുപാടുമുള്ള മുഴുവൻ പൊങ്കാല അടുപ്പുകളിലേക്കും ആ തീർത്ഥം എത്തുകയാണല്ലോ ഇപ്പോഴല്ലേ? അതെ വിജയകുമാർ, ഇപ്പോൾ ആ ഒരു ചടങ്ങ് നിവേദ്യം സമർപ്പണം അത് പൂർത്തിയായിരിക്കുന്നു. ആ ചടങ്ങാണ് ഇപ്പോൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇത്രയും സമയം അതിനായി അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. ആ ചടങ്ങ് അതോടൊപ്പം തന്നെ നിരവധി പുരോഹിതർ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും, നമുക്കറിയാം തിരുവനന്തപുരം നഗരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ പൊങ്കാല നിവേദിക്കാനുള്ള അടുപ്പുകൾ കൊണ്ടും ഭക്തരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടങ്ങളിലെല്ലാം ഈ തീർത്ഥം എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം തന്നെ പലയിടങ്ങളിലേക്കായിട്ട് ഈ പുരോഹിതർ തീർത്ഥവുമായി പോകുന്നത് കാണാം. അത് തളിച്ചു കഴിഞ്ഞാൽ ദേവിക്ക് അത് സമർപ്പണം അത് പൂർത്തിയായി എന്നുള്ളതാണ്. ദേവി സന്തോഷത്തോടെ അന്നപൂർണേശ്വരി അത് സ്വീകരിച്ചിരിക്കുന്നു, ആ നൈവേദ്യം എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതിനായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടെ ഈ വർഷത്തെ പൊങ്കാല സമർപ്പണം പൂർത്തിയാകും. ഇതിൽ പൊങ്കാല തിളച്ച് മറയുന്ന കലങ്ങളിൽ തിളച്ചു മറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉണക്കലരിയും ശർക്കരയും പഴവും നെയ്യുമാണ്. ഇവിടെ പ്രധാനമായും നമ്മൾ പണ്ടാര അടുപ്പിൽ നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. നെയ്യാണ് അതിൽ കൂടുതൽ അടങ്ങുന്നത്. അത് ആ പ്രസാദത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അപ്പോൾ അതേ രീതിയിൽ തന്നെ പൊങ്കാല സമർപ്പണത്തിനായി പൊങ്കാല ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൂടാതെ 10ഓളം മണ്ടപ്പുറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയപ്പം ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഓരോരുത്തരും അവരവരുടെ മനോധർമ്മം അനുസരിച്ച് 10ഓളം വിഭവങ്ങൾ അതോടൊപ്പം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഭക്തർ അതെല്ലാം തന്നെ ഈ തീർത്ഥം തളിച്ച് അത് ദേവിക്ക് നിവേദിക്കുന്നതായി അങ്ങനെയാണ് സങ്കല്പം. ആ ചടങ്ങിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത്. കൃത്യം 1:15 തന്നെ സഹമേൽശാന്തി തീർത്ഥവുമായി എത്തി പണ്ടാര അടുപ്പിൽ പൂജാകർമ്മങ്ങളോടൊപ്പം തന്നെ തീർത്ഥം തളിച്ചു. അതോടെ നൈവേദ്യം പൂർത്തിയായി.
ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി സത്യം പറഞ്ഞാൽ ഈ കൊടും ചൂടിലേക്ക് ഒരു തണുപ്പായാണ് ആ പൂക്കളെല്ലാം വന്ന് വീഴുന്നത് എന്നുള്ളതാണ്. ഈ കൊടും ചൂടിനെ ഒട്ടും തന്നെ വകവയ്ക്കുന്നില്ല ഈ ഭക്തരൊന്നും തന്നെ. നമ്മൾ പല ഭക്തരുടെ അടുത്ത് പോയിരുന്നു, അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. ആർക്കും അവരുടെ ഭക്തിയും വിശ്വാസവും അടിയുറച്ച അചഞ്ചലമായ ഭക്തിയുടെ മുന്നിൽ ഈ ചൂടൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. എത്രയോ നാളുകളായി വ്രതം നോറ്റ് അവർ കാത്തിരിക്കുന്നതാണ്. ദിവസങ്ങളോളം കഠിന വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. 7 ദിവസത്തെ വ്രതം. ആ വ്രതം പൂർത്തിയാക്കി ഇവിടെ വന്ന് ഈറനണിഞ്ഞ് അല്ലെങ്കിൽ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആണ് പൊങ്കാല സമർപ്പണം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത്ര ദിവസത്തെ അവരുടെ ആ ഒരു കാത്തിരിപ്പിന് ലക്ഷ്യപ്രാപ്തി എത്തിയിരിക്കുന്നു. അമ്മ ആ നൈവേദ്യം സ്വീകരിച്ചു. അത് ആത്മസമർപ്പണത്തിൻ്റെ ആ നാളുകൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നു, സഫലമായിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തർ ഇപ്പോഴും ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട്. ഈ നൈവേദ്യ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ നമ്മൾ കാണാറുണ്ട് എത്ര പെട്ടെന്നാണ് ഈ നഗരം മുഴുവൻ ഉള്ള കട്ടകൾ നീക്കം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹരിത ചട്ടം അനുസരിച്ചതായതുകൊണ്ട് തന്നെ അധികം പ്ലാസ്റ്റിക് ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാണില്ല. സ്മിത തുടരുക. ഇപ്പോൾ പ്രവിത ലക്ഷ്മി സെക്രട്ടേറിയറ്റിന് സമീപത്തുണ്ട്. അവിടെയൊക്കെ ഇപ്പോഴിതാ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ്. അവിടെ ഈ പുരോഹിതർ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ പുണ്യാഹം അതിൽ തളിച്ച് ആ പൊങ്കാലയിൽ തളിച്ച് അത് പ്രസാദമായി നൽകുകയാണ്. അതൊരു പ്രസാദമായി മാറുകയാണ്. അതോടെ ഒരു പ്രസാദം എന്ന നിലയിലായിരിക്കും അത് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോഴും മുഴുവൻ ആളുകൾക്കും വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിയവർക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും ഒക്കെ പോകുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഇനി ഇതിൻ്റെ ഭാഗമായി നടക്കാൻ പോകുന്നത്. പ്രവിത, എങ്ങനെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ വിവരങ്ങൾ? അവിടേക്കൊക്കെ ഈ പുരോഹിതർ പുണ്യാഹവുമായി എത്തിയോ? അവിടെ തന്നെയാണല്ലോ ആശാ വർക്കേഴ്സിൻ്റെ സമരവും അവരുടെ പൊങ്കാല അർപ്പണവും ഒക്കെ നടന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാർ ഉൾപ്പെടെ ഈ പരിസരത്ത് പൊങ്കാല അർപ്പിച്ചവരുടെ നൈവേദ്യ സമർപ്പണമായിട്ടുണ്ട്. അവരെല്ലാവരും നൈവേദ്യ സമർപ്പണത്തിന് ശേഷം തയ്യാറാക്കിയ നൈവേദ്യം അത് മറ്റുള്ളവർക്ക് നൽകുന്ന ആ ഒരു ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്തരത്തിലുള്ള നൈവേദ്യം അത് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് പരമാവധി മറ്റുള്ളവർക്ക് കൊടുക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ ആ ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയാണ്. 500ഓളം ശാന്തിമാരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നൈവേദ്യം സമർപ്പണത്തിനായി, അതായത് പുണ്യാഹം തളിക്കാനായി ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷേത്രം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന്, അതായത് ക്ഷേത്രത്തിൽ ആ നൈവേദ്യ സമർപ്പണം കഴിഞ്ഞു, അപ്പോൾ തന്നെ ഇവിടെയെല്ലാം സമാനമായ രീതിയിൽ നൈവേദ്യ സമർപ്പണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ മണ്ടപ്പുറ്റ്, ഒപ്പം തന്നെ ശർക്കര പായസം, അങ്ങനെയുള്ള വിവിധ നൈവേദ്യങ്ങളുണ്ടല്ലോ, അതെല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് അത് ദേവിക്ക് അർപ്പിച്ചതിന്റെ ആ ഒരു ആത്മനിർവൃതിയിലാണ് ഈ ഭക്തരെല്ലാവരും. ഈ ഭക്തരെ സംബന്ധിച്ച് വിജയകുമാർ, ഇവർക്ക് ഈ ഒരു പൊങ്കാല എന്ന് പറയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പൊങ്കാലയിലേക്കുള്ള കാത്തിരിപ്പാണ്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അതൊരു അതിശയോക്തിയൊന്നുമല്ല. ഇവിടെ കാണുന്ന പല ഭക്തരും സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചതും. ഓൺ സ്ക്രീൻ പ്രതികരിക്കാത്ത ഭക്തർ പലരും പറഞ്ഞത് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നേരിട്ട് എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെല്ലാം പറയുന്നത് ഒരു പൊങ്കാല കഴിഞ്ഞാൽ മറ്റൊരു പൊങ്കാലയിലേക്കുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് അവർക്കേറെ വിഷമം നിറഞ്ഞ ഒരു ഘട്ടമാണെന്നാണ്. അത്രയേറെ ഭക്തിയാണ്. നേരിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ വന്ന് വീണ്ടും ഒരു പൊങ്കാല ഇടണം, അതായത് ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പൊങ്കാല അർപ്പിക്കണം എന്നുള്ള ആ ഒരു തോന്നലാണ് ഇവർക്ക് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അങ്ങനെ നൈവേദ്യ സമർപ്പണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ നൈവേദ്യം അതിങ്ങനെ ഇലയിലാക്കി ഇവിടെ വിതരണം ചെയ്യുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കൂടി വിതരണം ചെയ്യുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടിയ ഒരു നൈവേദ്യം അത്തരത്തിലാണ്. ഇപ്പോൾ ആശാ വർക്കേഴ്സാണ് ഇവിടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശാ വർക്കേഴ്സിന് സമീപമാണ്. ഇതിനപ്പുറത്തും ഇപ്പുറത്തുമായ ഒരുപാട് പേർ സമാനമായ രീതിയിൽ പൊങ്കാല അർപ്പിച്ച് ആ പുണ്യം നേടി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്കും സമാനമായ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണവും ഒരുക്കിയിരുന്നു. അപ്പോൾ ഞാൻ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ചേച്ചി, അങ്ങനെ ഇത്തവണത്തെ നൈവേദ്യം കഴിഞ്ഞല്ലേ? ഉണ്ടായിരുന്നു. ഇത് പുതിയൊരു അനുഭവമാണ്. ഞങ്ങൾ സമരത്തിന്റെ കൂടെ ആയതുകൊണ്ട് പുതിയൊരു അനുഭവമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ നടയിലാണ് ഇടുന്നത്. ഇതിപ്പം നമ്മുടെ സമരത്തിന്റെ ഇതായിട്ട് ഞാൻ പായസം മാത്രമേ ഇട്ടുള്ളൂ.
അപ്പൊ അങ്ങനെയാണ് ആ ചേച്ചി പായസം മാത്രമാണ് നേതിച്ചത് എന്താണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ 2025 പൊങ്കാല മഹോത്സവം ഇതോടെ പൂർണ്ണമാകുന്നു. ഇനി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക്, ആശാ വർക്കർമാർ ഇവിടെ തന്നെ തുടരും. അവരുടെ സമയം കൂടുതൽ കടുപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് കടക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ നഗരത്തിന്റെ ശരി പ്രവിധ അവിടെ തുടരുക. ആശാ വർക്കേഴ്സിന്റെ അവർക്ക് ഈ പൊങ്കാല അർപ്പണത്തിന് ശേഷം എല്ലാവരും പ്രസാദവുമായി വീട്ടിലേക്ക് പോകുമ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നില്ല, സമരപ്പന്തലിൽ തന്നെ തുടരുകയാണ്. പ്രസാദം അവിടെയുള്ളവർക്കൊക്കെ അവർ വീതിച്ചു നൽകുകയാണ്. അവരവിടെ ഉണ്ടാകും. ഈ പൊങ്കാലയുടെയൊക്കെ ശേഷവും മഹോത്സവം സമാപിച്ചാലും അവരുടെ പ്രതിഷേധം തുടരും. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ തന്നെ തുടരും. അവരെവിടേക്കും പോകുന്നില്ല. മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, അവിടെയൊക്കെ ഈ പ്രസാദം അല്ലെങ്കിൽ ഈ പുണ്യാഹം തളിക്കാൻ പുരോഹിതരെത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇനിയിപ്പോൾ ഇവരൊക്കെ വീട്ടിലേക്ക് മടങ്ങുക, അതിനൊക്കെയുള്ള ക്രമീകരണങ്ങളൊക്കെ ഇതിൻ്റെ എന്താണ് സമാന്തരമായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് മേലെ പഴവങ്ങാടിയിലാണ്. കടുത്ത ചൂടാണ്. പക്ഷേ ഇത്രയും മണിക്കൂറായി ഇവിടുത്തെ സ്ത്രീകൾ, ഭക്തജനങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. നമ്മൾ അല്പസമയം മുന്നെയാണ് ഇവിടെ എത്തി, പൂജാരി എത്തി ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ പൂർത്തീകരിച്ചത്. അത് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്രയേറെ ഭക്തിപൂർവ്വം അവർ അത് നിറവേറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നൈവേദ്യം അടക്കുന്നത് ആറ്റുകാൽ ദേവിക്ക് സമർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ചേച്ചി, കഴിഞ്ഞു പോവുകയാണോ? നമ്മൾ ആഹാരം കഴിച്ചിട്ടേ പോകും. എന്താണ് ദേവിയോട് പ്രാർത്ഥിച്ചത്? നമ്മൾ ദൈവത്തോട് നമുക്ക് നന്മ തരാനും നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും ദേവിയോട് പ്രാർത്ഥിച്ചത്. എന്താ ഉണ്ടാക്കി? ഇതാ നമുക്ക് അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടാവണം. അങ്ങനെയാണ്. അതായത് ഈ ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ കൂടി കഴിയുമ്പോൾ ഇവർ ആ ദേവിക്ക്, ആറ്റുകാൽ ദേവിക്ക് ഈ ഒരു പൊങ്കാല സമർപ്പിച്ചു എന്ന് അവർ കരുതുന്നു. അവർ അവരുടെ പ്രാർത്ഥനകൾ ഭക്തി സാന്ദ്രമായി തന്നെ ഇവർ ഇവരുടെ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നു. ഇനിയുള്ളത് പറഞ്ഞാൽ ഇവർക്ക് ഭക്ഷണത്തിന് ശേഷം മടങ്ങി പോവുക എന്നുള്ളതാണ്. ആ കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇവർ ഈ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ഇവിടുന്ന് മടങ്ങുക. ഇവിടെ പലതരത്തിലും കോർപ്പറേഷൻ്റെയും മറ്റും ഭാഗത്തു നിന്നും ഹരിത പൊങ്കാല അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുചിത്വ പൊങ്കാല എന്നീ മുദ്രാവാക്യങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ടാണ് ഇതവണ ഈ പൊങ്കാല ചടങ്ങുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എത്രയും വേഗം ഈ നഗരം വൃത്തിയാക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ ഇവർ ഈ പൊങ്കാല ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ കൂടി കഴിയുന്നതോടുകൂടി. ശരി മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചത്. രാവിലെ 10:15 തുടങ്ങിയ ചടങ്ങുകളാണ് അതിപ്പോൾ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. പൊങ്കാല അടുപ്പുകളിൽ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള പുണ്യാഹം എത്തി, അത് തളിച്ചു, അത് പ്രസാദമായി. ആ പ്രസാദവുമായി വീടുകളിലേക്ക്, അവരവരുടെ നാടുകളിലേക്ക് ഭക്തലക്ഷങ്ങൾ പോവുകയാണ്. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ, KSRTCയുടെ പ്രത്യേക സർവീസുകൾ, റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ കാണാം അവരുടെ ഭക്തരുടെ മടങ്ങിപ്പോകുന്നതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇനിയിപ്പോൾ ഏതാണ്ട് 3000-ലധികം ശുചീകരണ തൊഴിലാളികൾ, 350-ലധികം വാഹനങ്ങൾ അത് നഗരത്തിലേക്കെത്തി ഈ നഗരം പഴയ അവസ്ഥയിലേക്ക് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ എത്തും. അതൊരു ഭാഗത്ത് ഇതിന് സമാന്തരമായി നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ഈ ഭക്തലക്ഷങ്ങൾക്ക് അവരവരുടെ വീടുകളിലേക്ക് ഈ പ്രസാദവുമായി മടങ്ങിപ്പോകുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളാണ്, അതും ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. എന്താണ് ശ്രീകാന്ത് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്താണ്. ഈ ശ്രീകോവിലിനോട് ചേർന്ന് നടയുടെ തൊട്ട് സമീപം എന്ന് പറയാം. ഇപ്പോൾ വിജയകുമാർ പറഞ്ഞതുപോലെ പുണ്യാഹം കൊണ്ടുവന്നു. അത് ഈ പൊങ്കാല അടുപ്പുകൾ കൂട്ടി പൊങ്കാല അർപ്പിക്കുന്നതിന്, പൊങ്കാല നേദിക്കുന്നതിന് കാത്തിരുന്ന ഭക്തർക്ക് അരികിലേക്ക് അവിടെ നിന്നുള്ള പരികർമ്മികൾ ഒക്കെ തന്നെ എത്തി അത് നേദിച്ചു. ഭഗവാന് ദേവിക്കത് നേദിച്ചു. അതിനുശേഷമുള്ള മടക്കയാത്രയിലേക്ക് കടക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള ഭക്തലക്ഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഈ 1:15 കൂടിയാണ് ഈ നിവേദ്യം ചടങ്ങ് അത് ആരംഭിച്ചത്. ഇനിയിപ്പോഴുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ 1:45 ഉഷശ്രീബലിയുണ്ട്. പിന്നെ ഉച്ചശ്രീബലി അരങ്ങേറും. വൈകുന്നേരം 6:45 ദീപാരാധന. രാത്രി 7:45 കുത്തിയോട്ടം, ചൂരൽകുത്ത്. 11:15 പുറത്തെഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി, ഉത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കാനുണ്ട്. വിജയകുമാർ, ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്. കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് വലിയ ആൾക്കൂട്ടം, വലിയ ജനക്കൂട്ടം, വലിയ ഭക്തരുടെ വലിയൊരു ഒഴുക്ക് ക്ഷേത്രത്തിലേക്കുണ്ടായിരുന്നു. ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തിരിച്ചുപോക്കിനുള്ള സമയമാണ്. 1 വർഷം നീണ്ട
കാത്തിരിപ്പ്, അതിനുശേഷം അമ്മയുടെ അടുക്കലേക്ക് എത്തൽ, ഇവിടെ പൊങ്കാല അർപ്പിക്കൽ, അത് നിവേദിക്കൽ, ഒടുവിൽ ഇനി സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ദേശത്തേക്കുള്ള മടങ്ങിപ്പോക്കാണ്. അത് ഓരോരുത്തരും ആ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എവിടെ നിന്നായിരുന്നു വന്നത്? അപ്പോ ഓരോരുത്തരായി മടങ്ങിപ്പോകുന്ന വിജയകുമാർ, അങ്ങനെ ഓരോരുത്തർ ഈ മടങ്ങിപ്പോകുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിനോടകം ഒരുക്കിയിട്ട്. അമ്മ എവിടുന്നാ വന്നേ? ഞാൻ വർക്കല രാവളം മൂന്നുമൂടെന്ന് പറയും. വണ്ടിയൊക്കെ വിളിച്ചാന്ന് വന്നേ അതോ? ഇല്ല, നമ്മളെ സ്കൂട്ടിയിലൊന്നും മക്കളെ. ഒരു വെയിലായിരുന്നു, എന്നിട്ടും ഒരു വെയില് ഭക്തിയില്ലാതെ അങ്ങ് പോയി. അമ്മ അങ്ങ് നല്ലപോലെ അങ്ങ് വിട്ട്, അതാണ് ശക്തി. അപ്പോ വെയിലൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ നേരത്തെ പൊങ്കലയൊക്കെ കണ്ടോ? ആദ്യമായിട്ടാണോ കാണുന്നേ? അല്ല, കൊറേ വർഷമായിട്ട് കാണുന്നു. ഇഷ്ടമായി? താലപ്പൊലിയുണ്ടോ? മിടുക്കി. അപ്പോ വിജയകുമാർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി മടങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, വാഹന സൗകര്യങ്ങൾ ഒരുക്കലൊക്കെയാണ്. സ്പെഷ്യൽ ട്രെയിനുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു പാസഞ്ചർ ട്രെയിൻ കൂടി തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയിൽ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് റെയിൽവേ. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് പിടിപ്പത് പണി. ഇത് നഗരം കുരുങ്ങാതിരിക്കാൻ, ബ്ലോക്കിൽ കുരുങ്ങാതിരിക്കാൻ വാഹനങ്ങൾ ക്രമീകരിച്ച് വിടണം. തിരിച്ചു പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവരെ പ്രധാനപ്പെട്ട വഴികളിലൂടെയൊക്കെ തന്നെ തമ്പാനൂർ സ്റ്റാൻഡിലേക്ക്, അതോടൊപ്പം തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലേക്കൊക്കെ തന്നെ അവരെ പറഞ്ഞു വിടേണ്ടതുണ്ട്. ശുചീകരണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലാസ്റ്റിക് നിരോധനമൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും പല സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ബോട്ടിലുകളുണ്ട്, പ്ലാസ്റ്റിക് ഗ്ലാസുകളുണ്ട്. അതെല്ലാം തന്നെ നഗരസഭ ശുചീകരണ വിഭാഗം ജീവനക്കാർക്കാണ് പിടിപ്പത് പണി ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ പൊങ്കാലയ്ക്ക് ശേഷം അടുപ്പ് കല്ലുകൾ അത് ഇവിടെ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ നടപടികളുണ്ട്. റോഡുകളൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കണം. അത് ഫയർഫോഴ്സിന്റെ പണിയാണ്. അവർ ഈ നടപടികൾ ആദ്യഘട്ടത്തിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അവരിറങ്ങും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അവരവരുടെ ജോലി കൃത്യമായി തീർത്ത് ഈ വൈകുന്നേരത്തോടു കൂടി ഇങ്ങനെയൊരു പരിപാടി, ഇങ്ങനെയൊരു പൊങ്കാല, ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ വന്ന ഒരു പൊങ്കാല എന്നതിന്റെ സൂചന പോലും ഇല്ലാത്ത വിധം വൃത്തിയായി മാറും തലസ്ഥാന നഗരം. മുൻകാലങ്ങളിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതുമാണ്. പിടിപ്പത് പണിയുണ്ട്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. വിവിധ സർക്കാർ വകുപ്പുകൾ ഒത്തൊരുമിച്ച് ഈ പൊങ്കാല മഹോത്സവം, ഇത്തവണത്തെയും പൊങ്കാല മഹോത്സവം അത് തട്ടുകേടില്ലാത്ത വിധം, പ്രശ്നങ്ങളില്ലാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോയി. ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി. ശരി, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ വീടുകളിലേക്ക്, നാടുകളിലേക്കൊക്കെ എത്താനുള്ള ഭക്തരുടെ ഒരു ഒഴുക്കാണ്. അത് തമ്പാനൂരിലേക്ക് ഇങ്ങനെ ആ നഗരം, തിരുവനന്തപുരം നഗരം ഇങ്ങനെ തമ്പാനൂരിലേക്ക് ഇങ്ങനെ നീങ്ങുന്നതാണ് കുറെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ നമ്മൾ കാണുന്നത്. ബസ് സ്റ്റാൻഡിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഒക്കെ ഇങ്ങനെ ആ ലക്ഷക്കണക്കിന് ഭക്തർ ഇങ്ങനെ ഒഴുകിയെത്തും. അവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഈ പൊങ്കാല, ഇത്തവണത്തെ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത് ആ പ്രസാദവുമായി അവരവരുടെ നാടുകളിലേക്ക്, വീടുകളിലേക്കൊക്കെ പോവുകയാണ്. പലരും സംഘമായാണ് വന്നത്. അവർക്കൊക്കെ ട്രെയിനിലും ബസ്സിലും ഒക്കെ നാടുകളിലേക്ക്, വീടുകളിലേക്കൊക്കെ പോകാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഈ നഗരം ശുചീകരിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3000-ലധികം വരുന്ന ശുചീകരണ തൊഴിലാളികളും അത്രത്തോളം ഏതാണ്ട് 300-ലധികം വരുന്ന വാഹനങ്ങളും ഒക്കെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അവിടേക്ക് എത്തി ഈ അടുപ്പ് കല്ലുകളുമൊക്കെ നീക്കി റോഡൊക്കെ വൃത്തിയാക്കി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പഴയതുപോലെ തന്നെ തിരുവനന്തപുരം നഗരം നമുക്ക് കാണാൻ കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനം നമ്മൾ എത്രയോ പതിറ്റാണ്ടുകളായി ആറ്റുകാൽ പൊങ്കാല ദിവസം കാണുന്നതാണ്. അതിനൊരു മാറ്റവുമില്ല. എങ്ങനെയാണോ അത് നടക്കേണ്ടത് അതുപോലെ തന്നെ ഇത്തവണയും നടക്കുന്നു. ഓരോ വർഷവും അവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുന്നുണ്ട്. പക്ഷേ എത്ര ആളുകൾ വന്നാലും അവരെയൊക്കെ ഉൾക്കൊണ്ട് ആതിഥ്യ മര്യാദയുടെ, ആ നഗരത്തിൻ്റെ ആതിഥ്യ മര്യാദയുടെ കൂടി പ്രതീകമായി ഈ പൊങ്കാല മഹോത്സവം മാറുന്നത് നമ്മൾ എല്ലാ തവണയും കാണുന്നുണ്ട്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ഒരിക്കൽ കൂടി നമ്മൾ ക്ഷേത്ര പരിസരത്തേക്ക് പോകുന്നു. സ്മിത ഹരിദാസ് അവിടെ തുടരുകയാണ്. സ്മിത, ക്ഷേത്രത്തിൽ ഇനിയിപ്പോൾ ഈ പൊങ്കാല നിവേദ്യം കഴിഞ്ഞാൽ അവിടെ നട തുറന്ന് വീണ്ടും ഭക്തർക്ക് ദർശനത്തിനുള്ള സമയം ആയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അതേപോലെയാണ് ഈ ചില ആൾക്കാർ കയറ്റി വിടുമ്പോഴേ നമ്മളവിടേക്ക് മൈക്കുണ്ട്, ID ഉണ്ട്,
ശരിക്കും ഏകദേശം ഏറെക്കുറെ ശൂന്യമായിരിക്കുന്നു. കാരണം ആ നിവേദ്യ സമർപ്പണ ചടങ്ങ് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഒരുപാട് പേർ ഇപ്പോഴും ദേവീ ദർശനത്തിനായി കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ക്ഷേത്രത്തിനകത്ത് ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അവർക്ക് ദർശനം നടത്താൻ കഴിയൂ. അപ്പോൾ രാവിലെ ദർശനം നടത്താൻ കഴിയാത്തവരെല്ലാവരും തന്നെ, അത് മാത്രമല്ല, രാവിലെ പൊങ്കാല നിവേദ്യത്തിനായി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് ഒന്ന് ദേവിയെ ദർശിക്കുക, അതൊരു വിശ്വാസമാണ്. അതിനുശേഷം പൊങ്കാല സമർപ്പണം, നൈവേദ്യ സമർപ്പണം, അതിനുശേഷവും ദേവിയെ കണ്ട് തൊഴുക. പക്ഷെ ഇപ്പോഴത്തെ ഒരു തിരക്ക് കാരണം എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം കാണുക, തൊഴുക എന്നുള്ളത് പലരും അത് പിന്മാറുന്നുണ്ട്. വലിയ തിരക്കാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ദർശനം നടത്താത്തവർക്ക് ഒരിക്കലെങ്കിലും ഒന്ന് കണ്ട് ആത്മസമർപ്പണത്തിന്റെ ആ ഒരു ദർശനം അതുകൂടി കഴിഞ്ഞാൽ മാത്രമാണ്. വീണ്ടും കടത്തിവിട്ടു തുടങ്ങിയിരിക്കുന്നു. ദേവീ ദർശനത്തിനായി നീണ്ട ക്യൂ ഇപ്പോഴും നമുക്ക് കാണാം. അപ്പോൾ ദർശനത്തിനായി ക്ഷേത്രത്തിനകത്തേക്ക് സ്ത്രീകളായ ഭക്തജനങ്ങളാണ് കൂടുതലും. ഇടയ്ക്ക് കുറച്ച് സമയം പുരുഷന്മാരും കുടുംബങ്ങളെല്ലാം മറ്റു കുടുംബാംഗങ്ങളെല്ലാം കയറുന്നത് കണ്ടു നമ്മൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തിരക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സ്ത്രീകളായ ഭക്തജനങ്ങളെ തന്നെയാണ് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് തൊഴുതിറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഇന്നത്തെ ഈ പൊങ്കാല സമർപ്പണത്തിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞു. പക്ഷേ ഉത്സവം തീരുന്നില്ല. ഇന്ന് പൂരം നാളാണ്, നാളെ ഉത്രം നാളിലാണ്. പൂരം കഴിഞ്ഞ് ഉത്രം നാളിലാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ തീരുക. അത് കാർത്തിക നാളിൽ തുടങ്ങിയതാണ്, ഉത്രം നാളിൽ അവസാനിക്കും. അതിനിയും ഇന്ന് വൈകിട്ട് ബാലികമാരുടെ താലപ്പൊലിയുണ്ട്, കുത്തിയോട്ടമുണ്ട്, അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ഇനിയും നടക്കാനുണ്ട്. പക്ഷേ പൊങ്കാല സമർപ്പണം, വിശ്വപ്രസിദ്ധമായ പൊങ്കാല സമർപ്പണത്തിന് ഇന്ന് ഈ ദർശനത്തോടുകൂടി തന്നെ പരിസമാപ്തിയാകും. അതിനുശേഷം ദൂരദേശങ്ങളിൽ നിന്നും 3-4 ദിവസം മുൻപേ ഇവിടെ വന്ന് പല സുഹൃത്തുക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ താമസിച്ച് എല്ലാ ദിവസവും ക്ഷേത്ര ദർശനം നടത്തി വ്രതാനുഷ്ഠാനങ്ങളോടെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ക്യൂ നിന്ന് പൂജകളും കർമ്മങ്ങളും അതിലെല്ലാം പങ്കെടുത്ത് പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് ഇന്ന് തിരികെയുള്ള യാത്രയിലേക്കുള്ള സമയമായിരിക്കുന്നു. അതിനു മുൻപുള്ള ക്ഷേത്ര ദർശനത്തിന്റെ സമയമാണിപ്പോൾ. യെസ്, വീണ്ടും അവിടെ ക്ഷേത്ര ദർശനത്തിന് ഇപ്പോൾ സമയം ആയിട്ടുണ്ട്. അതിനുള്ള അവസരം കിട്ടുന്നുണ്ട്. അവിടെ കാത്തുനിന്നവർക്ക് വരിവരിയായി അവരൊക്കെ ക്ഷേത്ര നടയിലേക്ക്, ശ്രീകോവിലിന് സമീപത്തേക്ക് പോവുകയാണ്. തൊഴുത് അവർ മടങ്ങും വീടുകളിലേക്കൊക്കെ പോകാൻ വേണ്ടി. ആ ക്യൂ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എല്ലാവർക്കും ദർശനത്തിനുള്ള അവസരം കൂടി കിട്ടുന്നുണ്ട്. അവിടുത്തെ വോളണ്ടിയേഴ്സ് ആ ക്യൂവിൽ കാത്തുനിന്ന് നിൽക്കുന്നവർക്ക് ലഘുഭക്ഷണവും ദാഹജലവും ഒക്കെ നൽകുന്നുണ്ട്. കടുത്ത വേനലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള മാസ കണക്ക് വെച്ചാൽ കുംഭമാസത്തിൻ്റെ അവസാന പാദമാണ്. അപ്പോൾ കടുത്ത ചൂടിൻ്റെ ഒരു സമയം കൂടിയാണ്. വേനൽമഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടെങ്കിലും വേനൽമഴ പെയ്യുന്നതിനനുസരിച്ച് പകൽ താപനിലയും കൂടും. അപ്പോൾ ഈ കടുത്ത വേനലിൽ അവഗണിച്ച് അതിനെയൊക്കെ അതിജീവിച്ചൊക്കെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ, ഭക്തർ പൊങ്കാല അർപ്പിച്ച് നിവേദിച്ച് പ്രസാദവുമായി വീടുകളിലേക്ക് മടങ്ങുകയാണ്. നമ്മൾ കിഴക്കേക്കോട്ടയിലേക്കാണ് പോകുന്നത്. സുജിത് സുരേന്ദ്രൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. സുജിത്ത്, ഈ വരുന്ന ആളുകൾക്കൊക്കെ അവർക്ക് വീടുകളിലേക്ക്, നാടുകളിലേക്കൊക്കെ പോകാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ബസ്സുകളുടെ സൗകര്യം, അവിടേക്ക് എത്താൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് കിഴക്കേക്കോട്ടയിലെ കാഴ്ചകളും വിവരങ്ങളും? വിജയകുമാർ, തീർച്ചയായും പൊങ്കാല അർപ്പിച്ച് മനസ്സ് നിറഞ്ഞ ഭക്തരൊക്കെ തന്നെ മടങ്ങി തുടങ്ങിയിരിക്കുന്നു. നിരവധി ബസ്സുകൾ ഇതിനായി ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഈ ബസ്സുകൾ ഏറെയും തമ്പാനൂരിലേക്കാണ്. തമ്പാനൂരിലേക്കും ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും അടുത്തടുത്താണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്നതിന് വേണ്ടി ആളുകൾ പൊങ്കാല നേദിച്ചതിന് പിന്നാലെ തന്നെ ഇവർ ഈ ബസ്സുകളിലേക്ക് ഇടം പിടിച്ച് എത്രയും പെട്ടെന്ന് ഇനി വീട് പറ്റുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ഓരോ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ നേരത്തെ തന്നെ അവർ തയ്യാറാക്കി. അതായത് പൊങ്കാല തളിച്ചാൽ ഉടൻ തന്നെ അതൊക്കെ തന്നെ കിറ്റിലാക്കി ഇവർ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ പൊങ്കാല തളിച്ച് ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. ഇവിടെ നിന്നും ഇവർ മടങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇനിയുള്ളത് ഏറ്റവും പ്രധാനമായും ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളാണ്. ഏതാണ്ട് 400 ഇവിടെ വിവിധ ഇടങ്ങളിലായി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ നിന്നും ശേഖരിക്കുന്ന 400 ടൺ മാലിന്യമാണ് ഓരോ പൊങ്കാല കഴിയുമ്പോഴും അവശേഷിക്കുന്നത്. ഇവയൊക്കെ തന്നെ ശേഖരിക്കും. വിവിധ സംഘടനകളുടെയും അസോസിയേഷനുകളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് കോർപ്പറേഷൻ ഈ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നത്. ഇതൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈഞ്ചക്കല്ലും കരമനയിലുമുള്ള പ്രത്യേക ഇടങ്ങളിൽ എത്തിച്ചാകും ഇത് സംസ്കരിക്കുക. ഒപ്പം തന്നെ ഈ ചുടുകല്ലുകൾ അത് ശേഖരിക്കും. അത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിദരിദ്രരായ ആളുകൾക്കുള്ള ഭവന നിർമ്മാണത്തിനായി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3470 ശുചീകരണ തൊഴിലാളികളാകും ഈ മാലിന്യമൊക്കെ ശേഖരിക്കുക. അങ്ങനെ ഈ മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് എന്തായാലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള വലിയ ബഹുജന സംഗമം, ഇത്രയും വലിയൊരു പൊങ്കാല ഇവിടെ നടന്നിരുന്നോ എന്ന് പോലും സംശയിക്കുന്ന
തരത്തിലുള്ള ക്ലീനിങ് പ്രവർത്തനങ്ങളൊക്കെ ആകും ഇവിടെ നടത്തുക. എന്തായാലും എല്ലാവരും മടങ്ങി തുടങ്ങിയിരിക്കുന്നു. ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. വിജയകുമാർ. യെസ്, ഇനിയിപ്പോൾ സുജിത് സുരേന്ദ്രനാണ് കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആളുകളൊക്കെ വീടുകളിലേക്ക് പോകാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനൊപ്പം ശുചീകരണ ജോലികൾ, ആ ശുചീകരണത്തിന് നിയോഗിച്ച ജോലിക്കാർ, ശുചീകരണ തൊഴിലാളികൾ, അവരുടെ ജോലിയും ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. 3500ഓളം വരുന്ന ശുചീകരണ തൊഴിലാളികൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിവിധ ദിശകളിലൂടെ അവരുടെ ജോലി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നഗരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് മടങ്ങിയ ഒരു നഗരമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന തരത്തിൽ അത് വൃത്തിയാക്കി ആ ജോലി വളരെ മാതൃകാപരമായി ആ ശുചീകരണ തൊഴിലാളികൾ അവരുടെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യും. പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ജോലിയാണ് ഇനിയിപ്പോൾ ശുചീകരണ തൊഴിലാളികളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് അവിടെ ആ നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ക്ഷേത്ര പരിസരത്തേക്ക് നമ്മൾ പോകുന്നു. അനുജ അവിടെ തുടരുകയാണ്. അനുജ, അവിടെ ക്ഷേത്ര പരിസരത്ത് വലിയ തിരക്കാണോ ഇപ്പോഴും? ഇനിയിപ്പോൾ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ, അവിടുത്തെ ചടങ്ങുകൾ, വൈകിട്ട് താലപ്പൊലി, അതുപോലെ കുത്തിയോട്ടം, അത്തരം ആചാരപരമായ ചടങ്ങുകളാണല്ലോ ഇനി ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ആറ്റുകാലമ്മ സഹോദര സ്ഥാനീയനായ ശാസ്താവിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കൗതുകമുള്ള ആചാരങ്ങളും ഒക്കെയാണല്ലോ ഇനി ബാക്കിയുള്ളത് ക്ഷേത്രത്തിൽ, അല്ലേ? അതെ വിജയകുമാർ, ഇപ്പോൾ ഈ അമ്പലത്തിൽ വീണ്ടും നമുക്ക് വലിയ ആൾക്കൂട്ടം കാണാൻ കഴിയുന്നുണ്ട്. അവർ വീണ്ടും ദേവിയെ ദർശിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇവർ പൊങ്കാല ഇട്ട ആളുകളാണ്. അതിനുശേഷം ദേവിയെ കണ്ട് വണങ്ങി നാടുകളിലേക്ക് പോകാം എന്നുള്ള കണക്കുകൂട്ടലിൽ എത്തിയിരിക്കുന്നതിനാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിയവർ ഇവിടെയുണ്ട്. അതിൽ തന്നെ പല പ്രായത്തിലുള്ളവരെ നമുക്ക് കാണാം. ഇത്രയും സമയം അവർ ഈ വെയിലത്തൊക്കെ നിന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ്. അതാണ് അവർക്ക് അവരുടെ ദേവിയോടുള്ള അവരുടെ സ്നേഹവും ബഹുമാനവും ഭക്തിയും എല്ലാം അതിൽ നമുക്ക് പ്രകടമാണ്. ഒരിടത്ത് ആളുകൾ അവരുടെ പ്രസാദവുമൊക്കെയായി നാടുകളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് ഇവിടെ ദേവിയെ കാണാനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ നീണ്ട നിര, സ്ത്രീകളുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നത്. കുത്തിയോട്ട ബാലന്മാരാണ് ഇപ്പോൾ ദേവിയെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മറ്റുള്ളവർക്ക് ദർശനം നൽകില്ല. 592 കുത്തിയോട്ട ബാലന്മാർ അവർ കഠിന വ്രതമൊക്കെ എടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ വ്രതമൊക്കെ എടുത്ത് ഇവിടെ തന്നെ താമസിച്ചൊക്കെ ആയിരുന്നു അവരുടെ അനുഷ്ഠാനങ്ങൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങുമ്പോഴേക്കുമാണ് ഇനി ഇവർക്ക് ദേവിയെ കാണാനുള്ള അവസരം. ഇന്ന് ഏറ്റവും ഒടുവിലെത്തുന്ന ഭക്തനെ കൂടി കണ്ടിട്ടേ ഇവിടെ നടയടയ്ക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട് വിജയകുമാർ. ഇന്നത്തെ ദിവസം നടയടയ്ക്കുന്നില്ല. നാളെ വെളുപ്പിന് വരെ ഇതിങ്ങനെ ഇവിടുത്തെ ചടങ്ങുകൾ തുടരും. ഉത്സവം സമാപിക്കുന്ന നാളെ വെളുപ്പിനാണ്. കുത്തിയോട്ടം വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൂരൽക്കുത്ത് നടക്കും. അത് രാത്രി 7:45 താലപ്പൊലിയുണ്ട് ബാലികമാരുടെ. അത് കാര്യങ്ങൾ സാധിക്കുന്നതിന് അഭീഷ്ടകാര്യ സിദ്ധിക്കൊക്കെയാണ് താലപ്പൊലി നടത്തുന്നത്. അത്തരം ബാലികമാരെയൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അവരും ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയാണ് താലപ്പൊലിയിലേക്ക് കടക്കുന്നത്. കൂടാതെ ശാസ്താവിനെ കാണാനായുള്ള എഴുന്നള്ളത്ത് അതിന്ന് രാത്രിയുണ്ട്. നാളെ രാവിലെ തിരിച്ചെഴുന്നള്ളത്ത്, പിന്നീട് കാപ്പഴിച്ചു വെക്കുക, ഗുരുതി രാത്രി 1 മണി, പുലർച്ചെ 1 മണിക്ക് ഗുരുതി. അങ്ങനെ നാളെ പുലർച്ചെ 1 മണിയോടെ നടയടയ്ക്കും. അതോടെ ഉത്സവത്തിനും സമാപനമാകും. ഇപ്പോൾ ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. എവിടെന്നാ വരുന്നത്? തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ ഇന്നലെ വന്നതാണല്ലേ? ഇന്ന് കാലത്താ വന്നത്. എത്ര നാളായി പൊങ്കാല ഇടുന്നു? ഞങ്ങൾ 5-6 വർഷമായി. വീട്ടിൽ നിന്നൊക്കെ 10-12 കൊല്ലായി. ഞാൻ 6 വർഷമായിട്ടുള്ള വന്നിട്ടുണ്ട്. അപ്പൊ ദേവിയെ കണ്ടിട്ട് മടങ്ങാൻ നിൽക്കുകയാണ്. ദേവിനെ കണ്ടിട്ട് ഞങ്ങൾ പോവുള്ളോ, അങ്ങനെ ഞങ്ങളത്. ഇന്നലെ വന്നിരുന്നില്ലേ? ഇന്നലെ വരാറുണ്ട്, തലേദിവസം വരാറുണ്ട്. ഇപ്പൊ ജോലിയുടെ ഒരു ഇത് കാരണം ഞങ്ങൾ പുലർച്ചെ എത്തിയിടാം. ഓക്കെ. അപ്പൊ എന്താണ് ഇപ്പൊ ഇത്തവണ പൊങ്കാലയൊക്കെ ഇട്ട് പോകുമ്പോ എന്താണ് പറയാനുള്ളത്? സന്തോഷം, അതിന്റെ ഒരു സന്തോഷം എനർജി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അവിടെ വന്നതിനുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടും. അടുത്ത തവണ വീണ്ടും അല്ലേ? വരും. എവിടെന്നാണ്? കൊല്ലം. കൊല്ലത്തുനിന്നാണ്. സ്ഥിരമായി വരുന്നയാളാണോ? ദേവിയെ കാണാൻ വന്ന് നിൽക്കുകയാണ് പൊങ്കാലയൊക്കെ ഇട്ടിട്ട്. ഈ എപ്പോഴാണ് മടക്കം? മടങ്ങും. അടുത്ത തവണ വീണ്ടും എത്തും തീർച്ചയായിട്ടും. അതെ. അപ്പോൾ എന്താണ് ഇന്നിപ്പോ ഉണ്ടാക്കിയത്? എന്താണ് ദേവിക്ക് അർപ്പിക്കാൻ വേണ്ടി? പായസം, ശർക്കര പായസം. ഒരു വിഭവം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. സ്ഥിരമായിട്ട് അത് അങ്ങനെയാണ്. ശരി. അപ്പോൾ അങ്ങനെയാണ് പലതരത്തിൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നവർ, ഒന്നിലേറെ പൊങ്കാലക്കലങ്ങൾ വയ്ക്കുന്നവർ, അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഇതൊരു വർഷങ്ങളായി തന്നെ ചെയ്തു വരുന്ന ഒരു അനുഷ്ഠാനം എന്ന തരത്തിലേക്ക് വീണ്ടും അടുത്ത വർഷം നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പിരിയുന്ന
ഒരു കൂട്ടം ഭക്തർ, ലക്ഷക്കണക്കിനായ ഭക്തരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് പല വകുപ്പുകൾ സംയോജിപ്പിച്ചാണിത് വളരെ വിജയകരമായി തന്നെ നടപ്പിലാക്കുന്നത്. അതിൽ ആരെയൊക്കെ അഭിനന്ദിക്കണം, ആരെയൊക്കെ എത്രയൊക്കെ അഭിനന്ദിച്ചാലും മതിയാകില്ല. പോലീസ് സേനയൊക്കെ ഇപ്പോഴും ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. എത്ര ദിവസങ്ങളായി അവർ ഇവിടെ നിന്ന നിൽപ്പിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ വരെ അവർക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരു പൊങ്കാല കൂടി നല്ല രീതിയിൽ നടത്തി അതിന്റെ ഒരു സംതൃപ്തിയോടെ അവരും മടങ്ങുകയാണ്. അതുപോലെ പല പല വകുപ്പുകൾ ഒരുമിച്ച് ചേർന്നുള്ള, ഉറപ്പായും അനുജ പറഞ്ഞതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം, അതാണ് നമ്മൾ ഈ പൊങ്കാല ദിവസം അല്ലെങ്കിൽ ആ ഉത്സവകാലത്ത് തലസ്ഥാനത്ത് കാണുന്നത്. അത് ഈ പൊങ്കാല അർപ്പിച്ച് ഭക്തരൊക്കെ മടങ്ങിയാലും അവരുടെ ജോലി തുടരും. ശുചീകരണ തൊഴിലാളികൾ അവരുടെ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. പോലീസിന് വലിയ ജോലിയുണ്ട്. KSRTC, റെയിൽവേ, അങ്ങനെ വിവിധ സർക്കാർ വകുപ്പുകളുടെയൊക്കെ ജോലി തുടരുകയാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്കും ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയിലേക്കുമാണ് വരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സങ്കട പൊങ്കാല അർപ്പിച്ച് ആശാ വർക്കേഴ്സ്. സർക്കാരിന്റെ കണ്ണു തുറക്കാനുള്ള പൊങ്കാലയെന്ന് സമരക്കാർ പറഞ്ഞു. സമരപ്പന്തലിൽ വീണ്ടും എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാർ ആശമാർക്കൊപ്പമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. ഭക്തിയാണ്, എന്നിരുന്നാലും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പ്രതിഷേധ പൊങ്കാലയേ അല്ല. ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഈ പൊങ്കാല ഇട്ട് ഞങ്ങൾ നേരുമ്പോഴെങ്കിലും അവരുടെ കണ്ണ് തുറന്ന് മനസ്സൊന്ന് തുറന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ അവകാശങ്ങളെല്ലാം തന്ന് ഞങ്ങളെ ഈ തെരുവീതിയിൽ നിന്ന്, ഈ വെയിലത്തും കൊതുകടിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പ്രതിഷേധ പൊങ്കാലയല്ല. സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിഷേധം തുടരുന്നതിനിടെ വിശ്വാസത്തോടെയുള്ള പൊങ്കാലയെന്ന് ആശാ വർക്കേഴ്സ്. ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കിലേക്ക് തലസ്ഥാന നഗരം മാറിയപ്പോഴും സമരക്കാർക്ക് പിന്തുണയുമായി നിരവധി പേർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ. സമരത്തിന്റെ ന്യായം എന്താണ്? അതിന് ന്യായമുണ്ടോ? അത് തൊഴിലാളികളുടെ അവകാശത്തിന് വേണ്ടിയാണോ? അത് പരിശോധിക്കുന്നതിന് വരെ ഏത് സംഘടനയാണ് നടത്തുന്നതിന്റെ ജാതകം പരിശോധിക്കുന്ന ഒരു സംഘടന? ഇവർ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ആളുകളില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നും സമരവേദിയിലെത്തി ആശാ വർക്കേഴ്സിനെ കണ്ടു. സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം. ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? പണിയിൽ നിന്ന് പറഞ്ഞയക്കുന്നത് അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നതും അവര്. പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തു. എവിടുത്തെ ന്യായമാണത്? സമരക്കാരുടെ പൊങ്കാലയെക്കുറിച്ച് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ഇങ്ങനെ. ഈ ഉന്നയിക്കുന്ന വേതനം ഇനിയും ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. നല്ല നിലയിൽ തന്നെ ആശമാരുടെ ആവശ്യങ്ങളോട് അതിനോട് പ്രതികരിക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരും ഇന്ന് സമരപ്പന്തലിലെത്തി. സമരത്തിനെതിരെ മുഖപ്രസംഗവുമായി CPM മുഖപത്രം ദേശാഭിമാനി രംഗത്തെത്തി. സമര നേതൃത്വം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം സമരം ചെയ്യുന്നവർ മറച്ചുപിടിക്കുന്നുവെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സിനുള്ള ധനസഹായം ഉയർത്തണമെന്ന് ശുപാർശ നൽകി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. രാംഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടേതാണ് ഈ ശുപാർശ. കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും ശുപാർശയിലുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. താഴെത്തട്ടിൽ ആശാ വർക്കേഴ്സ് നടത്തുന്നത് നിർണായക സേവനമാണ്. നിലവിൽ ലഭിക്കുന്ന ധനസഹായം 2 നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്നും ആശാ വർക്കേഴ്സിന് നൽകി വരുന്ന ധനസഹായം ഉയർത്തണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. ആരോഗ്യ ഗവേഷണ മേഖലയിലും ആശാ വർക്കേഴ്സിനെ ഉപയോഗിക്കണം. ഇതിനായി അധിക ധനസഹായം ഗവേഷണ ഫണ്ടിൽ നിന്ന് അനുവദിക്കണമെന്നും രാംഗോപാൽ യാദവ് അധ്യക്ഷനായ ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയ ശുപാർശയിൽ പറയുന്നു. കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ എയിംസ് അനുവദിക്കണമെന്നും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിലുണ്ട്. 24 ഡൽഹി. കണ്ണൂർ പഴയങ്ങാടിയിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ച് 8 മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ. ഡോക്ടർ കുറിച്ചു നൽകിയ കാൽപോൾ സിറപ്പിന് പകരം മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ കാൽപോൾ ഡ്രോപ്സ് ആണ് നൽകിയത്. സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതാണ് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാക്കിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനിയെ തുടർന്ന് വെങ്ങര സ്വദേശി സമീറിന്റെ കുഞ്ഞിനെ പഴയങ്ങാടിയിലെ ക്ലിനിക്കിൽ കാണിച്ചത്. ഡോക്ടർ പനിക്കുള്ള കാൽപോൾ സിറപ്പ് കുറിച്ചു നൽകുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കുഞ്ഞിന് നൽകി. ഇതോടെ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങി. മരുന്ന് തീർന്ന് ആ ഡ്രോപ്സിൽ വരുന്നില്ല. അങ്ങനെ നമ്മൾ മരുന്ന് നോക്കുന്ന സമയത്താണ്
കണ്ടത് ഇത് സിറപ്പല്ല, ഡ്രോപ്സ് ആണ്. മരുന്ന് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി, ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ കണ്ടപാട് പറഞ്ഞു ഇത് ഓവർ ഡോസായി പോയി, ഇത് ഞാൻ എഴുതിയ മരുന്ന് ഇതല്ല, ഞാൻ എഴുതിയത് സിറപ്പാണ്, ഇത് ഡ്രോപ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിനുശേഷമാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്ന് മാറി നൽകിയെന്ന് മനസ്സിലായത്. സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതോടെ കുഞ്ഞിന്റെ കരളിനെ അത് ഗുരുതരമായി ബാധിച്ചു. തുടർന്നാണ് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. നിലവിൽ കുട്ടിയുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ലിവറിന് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് മരുന്ന് കൊടുത്താൽ മരുന്ന് നന്നായി റെസ്പോണ്ട് ചെയ്തിട്ട് ഇപ്പൊ കുട്ടിയുടെ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം കുട്ടി നല്ല ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. പിതാവിന്റെ പരാതിയിൽ ഗദീജ മെഡിക്കൽസിനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. 24 കണ്ണൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് സ്ത്രീ മരിച്ചെന്ന പരാതിയിൽ അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ച പ്രിൻസിപ്പൽ 3 അംഗ സമിതിയോട് അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഗർഭപാത്രം നീക്കം ചെയ്യാനെത്തിയ പേരാമ്പ്ര സ്വദേശിയായ വീട്ടമ്മയുടെ മരണത്തിലാണ് കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയത്. ഗർഭപാത്രം നീക്കം ചെയ്യാനായി ഈ മാസം 4-നാണ് പേരാമ്പ്ര സ്വദേശിയായ വിലാസിനിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 7-ാം തീയതി ശസ്ത്രക്രിയ നടത്തി. ശസ്ത്രക്രിയക്കിടെ കുടലിന് മുറിവേറ്റു. ഈ ഭാഗം തുന്നിച്ചേർത്തെങ്കിലും അത് അണുബാധയായി മാറി. ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്ന വിലാസിനി ബുധനാഴ്ച രാവിലെയോടെയാണ് മരിച്ചത്. കുടലിനേറ്റ മുറിവ് ചികിത്സാ പിഴവ് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയത്. ജനറൽ സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക് സർജറി വിഭാഗങ്ങളിലെ പ്രൊഫസർമാർ ഉൾപ്പെടുന്ന സമിതിയോട് 48 മണിക്കൂറിനകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അതേസമയം ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പെരുവണ്ണാമൂഴി പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോഴിക്കോട്. വാഹനം തടഞ്ഞ RSS നടപടി തന്നെ ഭയപ്പെടുത്തുന്നില്ല എന്ന് തുഷാർ ഗാന്ധി. വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് RSS പ്രവർത്തകർ തുഷാർ ഗാന്ധിയുടെ വാഹനം തടഞ്ഞത്. I always confront the RSS and BJP because BJP is the political arm and the RSS is the fountain of hatred from where this campaign of communal discord and hatred is organized, and so we must protest against them and condemn them, and I do that. I don't feel scared by their organizational abilities. ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ KK കൊച്ച് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. ദളിതൻ എന്ന ആത്മകഥ ഉൾപ്പെടെ നിരവധി കൃതികളും രചിച്ചിട്ടുണ്ട്. രാജ്യത്തെ ദളിത് അവകാശ പോരാട്ടങ്ങളിൽ പ്രധാന മുഖമായിരുന്നു KK കൊച്ച്. എഴുത്തിലൂടെയും സമരമാർഗങ്ങളിലൂടെയും ദളിത് സമൂഹത്തിനു വേണ്ടി KK കൊച്ച് നിരന്തരം ശബ്ദിച്ചു. 2021 സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം. കമ്മ്യൂണിസ്റ്റ് യുവജനവേദി, ജനകീയ തൊഴിലാളി യൂണിയൻ, മനുഷ്യാവകാശ സമിതി എന്നിവയ്ക്ക് KK കൊച്ചിന്റെ നേതൃത്വമുണ്ടായിരുന്നു. ഒരു ജ്ഞാന വ്യക്തിത്വം എന്ന നിലയിൽ കേരളത്തിലെ പൊതുധാരണകളെ മാറ്റിയെഴുതുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു വ്യക്തിത്വമാണ് KK കൊച്ച്. അദ്ദേഹമാണ് കേരളത്തിലെ ദളിത് പ്രവർത്തനങ്ങളെ ഒരു വൈജ്ഞാനിക അടിസ്ഥാനത്തിലേക്ക് ഘടിപ്പിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത്. വൈജ്ഞാനിക അടിസ്ഥാനമില്ലാതെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാവില്ല എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തിയത് KK കൊച്ചാണ്. ദളിതൻ എന്ന ആത്മകഥ ഏറെ ചർച്ചകൾക്ക് വിധേയമായി. ബുദ്ധനിലേക്ക് ഒരു ദൂരം, ദേശീയതയ്ക്കൊരു ചരിത്രപാഠം, ഇടതുപക്ഷമില്ലാത്ത കാലം തുടങ്ങി നിരവധി കൃതികളും KK കൊച്ച് രചിച്ചു. അർബുദബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് പാലിയേറ്റീവ് കെയറിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ മരണം. 24 കോട്ടയം. ISRO സ്പെഡക്സ് ദൗത്യം വിജയകരം. കൂട്ടിയോജിപ്പിച്ച 2 ഉപഗ്രഹങ്ങളെ വേർപെടുത്തി അൺഡോക്കിംഗ് പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവരിച്ച 4ാമത്തെ രാജ്യമായി ഇതോടെ ഇന്ത്യ മാറി. ISROയെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ന് വിക്ഷേപിക്കാനിരുന്ന നാസയുടെ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ 10 വിക്ഷേപണം ശനിയാഴ്ചയിലേക്ക് മാറ്റി.
ഈ പേടകത്തിൽ ഈ മാസം 19-ന് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മറ്റു 2 പേരെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും തിരിച്ചെത്തിക്കാനായിരുന്നു നാസയുടെ പദ്ധതി. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.